ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇപ്പം എൻ്റെ മാത്രമല്ല വേറൊരാളുടെയും കൂടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഒരു സർപ്രൈസ് പ്രപ്പോസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം പ്രപ്പോസ് ചെയ്യുന്ന ആളെ അവർ ഫ്രണ്ട്സ് എല്ലാം കൂടി കൊണ്ടുവരും. അപ്പോൾ ഞാൻ അവിടെ എത്തും. എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തും, എന്നിട്ട് അവിടെ നിന്ന് പ്രപ്പോസ് ചെയ്യും. അപ്പം അവിടെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ കേസ് അപ്പോൾ നമ്മളിതാ ഇവിടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഡെക്കറേഷനൊക്കെ ചെയ്തു. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാതാ. അലനുണ്ട് നമ്മുടെ ഇവിടെ. അലൻ, പഴയ ജെഫിൻ, പിന്നെ നമ്മുടെ സ്വന്തം ഡെൻസുമാണ് നമുക്ക് ഫോട്ടോയ്ക്ക് എടുത്തിരുന്നത്. പിന്നെ ഇതാ ഇവിടെ റോസ്മെറിനുണ്ട്, പുതിയ ആളാണ്. ഒന്നും ചെയ്യണ്ട. ആദ്യം ഉണ്ട്, അനുണ്ട്. ഓക്കെ, ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തില്ല, എടുത്താ അവർ ഇറങ്ങിട്ടോ. നോക്ക്, ഞാൻ ക്യാമറ കൈമാറുന്നു, നീ ബാക്കി കണ്ടിന്യൂ. വിളിച്ചു പറഞ്ഞാൽ ഈ ഫുൾ ഡെക്കറേഷൻസിന്റെ ഐഡിയ ഇവളുടെയാണ്. എന്തെങ്കിലും കുളമായാൽ ഇവളെ കുറ്റം പറഞ്ഞാൽ മതി. ഇതിൽ ഐറ്റൊന്നും വേണ്ട, ഇങ്ങനെ കത്തി ഇങ്ങനെ എന്നാ പോരാ. ബൈക്കിനെ പറ്റി പറയാം എളുപ്പം, ഇതല്ലേ പാട്. ഇതൊക്കെ പരിചയമില്ലാത്ത ഫീൽഡാ. പരിചയമില്ലാത്ത ഫീൽഡോ? എത്ര പ്രപ്പോസ് ചെയ്താ നീ? ഞാനാരും കണ്ടിട്ടില്ല ഇതുവരെ. എണ്ണ ഉണ്ടോ? ഇത് നല്ല അടിപൊളി ബലൂൺസ്. അനു ഇവിടുന്ന് ഏതോ ഒരു ആക്രിക്കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അനുവിന്റെ പേരല്ലേ പറഞ്ഞേ? അവളെ പറഞ്ഞോളൂ. ഇതൊക്കെ വേണം എന്റെ പൊന്നെ, ഇത് പൊട്ടിക്കാനുള്ള സാധനാ. അത് പൊട്ടിക്കാം, അതിപ്പോ പൊടിക്കരുത്. ഇതാണ് നമ്മുടെ അടിപൊളി സൈൻ. ബി ഫോർ ബിസ്മിൻ, എ ഫോർ അഷ്ന. നല്ല ഒറിജിനൽ റോസസ്. നമ്മൾ നല്ല സിറ്റി വ്യൂ ഉണ്ട് ഇവിടെ. ഈ സിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളിവിടെ നമ്മുടെ സ്വന്തം ബിസ്മിൻ ചേട്ടൻ ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റിംഗ്. ഫൈനൽ ടച്ചസ്. അനു, എന്താണ് പറയാനുള്ളത്? ഇവിടെ ചവിട്ടിക്കൊണ്ടിന് സമയം. എന്ത് പറയാനിപ്പോ, ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ എന്ന് പറഞ്ഞ സാധനമേ ഉള്ളൂ. പിന്നെന്താ, ആരെ കൊണ്ട് ഇവിടെ പ്ലാനിങ് കറങ്ങാൻ മാളിൽ പോകാനൊക്കെ പോകാനായിട്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, വേർക്കുന്നുണ്ട് ഒരാള്. ഈ തണുപ്പത്തോ ടെൻഷൻ എനിക്ക് ചൂടെടുക്കുന്നത്. നല്ല വെതർ കിട്ടിട്ടോ, നല്ല അടിപൊളി വെതറാണ്. ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു ഇന്ന് മഴ പെയ്യോ ഇല്ലയോ എന്ന്. പിന്നെ രാവിലത്തെ ഫോഗോടെ കണ്ടപ്പോൾ പേടിയുണ്ടായിരുന്നു. പക്ഷെ എല്ലാം അടിപൊളി വെതറാണ് ഇന്ന് കിട്ടിയത്. ഇത് നന്നായിരുന്നു കേട്ടോ, നമ്മുടെ സ്റ്റാൻഡ് വെച്ച് ഇടുക്കി എല്ലാം അനുഭവം ചെയ്തു. അനു, ഇത് കത്തൂല്ലേ? തൽക്കാലം ഇപ്പൊ കത്തുന്നില്ലേ? ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞു തന്നാലേ ഇത് ഞെക്കുക. ആശയുടെ പുറകിൽ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്യാം, അവളെയും കൂടി കൂട്ടിയിട്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് പുറകിൽ വീടായിട്ടിരിക്കില്ലേ? അതല്ല, ഞാൻ ഇത് കാർഡ് കൊടുക്കുന്ന സമയമുണ്ട്, 5 കാർഡ് ഡ്രോപ്പ് ചെയ്യുന്ന സമയമുണ്ട് നമുക്ക്. ഞാൻ ഇങ്ങനെ നിന്ന് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് നീ അങ്ങ് മാറിയാൽ മതി. റിങ് കൊടുക്കുമ്പോൾ മാത്രമേ അവൾ ഫ്രണ്ടിലേക്ക് വരുള്ളൂ. ബാക്കി എല്ലാവരും കൂടെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ഞാനും ഉള്ള കൂടെ പോകും. അപ്പൊ ഇതാരും പൊട്ടിക്കും. നീ അവളോട് പോകണ്ട, അവളോട് വന്നു കഴിയുമ്പോൾ ഏതായാലും കണ്ടു കഴിയുമ്പോൾ പോയാൽ മതി.
ഓക്കെ ഞാനപ്പോ അവിടെ ജസ്റ്റ് നിന്നാ മതി. ആ പക്ഷെ ഇതായി പൊട്ടിക്കും അതാവക്ക് കൊടുക്കും. അതിപ്പോഴല്ലേ യെസ് പറഞ്ഞിട്ടല്ലേ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടല്ലേ യെസ് അതിനകത്ത് പെടുത്തണം, ഒന്നും ഇതിനകത്ത് മിസ്സാവരുത്. ഒരു പ്രപ്പോസൽ 5 ക്യാമറ വെച്ച് എങ്ങനെ എടുക്കുന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പൊ നടക്കുന്നത്. ഓഫീസിൽ ഫോട്ടോഗ്രാഫർ ടെൻഷനില്ല. ഇവിടെ ഒരു ക്യാമറ ഒരു പ്രപ്പോസൽ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ മണ്ടന്മാര്. ഓഹോ എടാ 10 പ്രപ്പോസൽ എഴുതിക്കുന്നില്ലടാ നീ. നമുക്കിതൊക്കെ അല്ലേ ഹോബി. താങ്ക്സ്. അവള് വന്നു കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും കുഴപ്പമാക്കിയാലും കുറ്റം പറയരുത്. ഒരിക്കലും പറയില്ല. അനു മാത്രമേ അവളെ കൂട്ടാൻ പോകുന്നുള്ളൂ. അനു പോയി കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞ് അവളെല്ലാം കണ്ട് ഞെട്ടി കഴിഞ്ഞിട്ട് എന്നിട്ട് നീ പറയുക അവളുടെ കുറെ പോയി ഷൂട്ട് ചെയ്ത് തുടങ്ങാൻ. ഞാൻ മറ്റു വരുമ്പോ ഞാൻ ഷൂട്ട് ചെയ്തോളാം. വേറെ ഐഡിയ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇവിടെ താഴെ നിൽക്കാം. എന്നിട്ട് അപ്പൊ അനു ഇവരും കൂടി വരട്ടെ. ഇത് ആര് ചെയ്തെന്ന് അറിയാത്ത പോലെ, നമുക്ക് അറിയത്തില്ലാത്ത പോലെ അനു അറിയില്ല. വെറുതെ കൊടുത്തിട്ടുള്ളൂ, ആൾക്കറിയില്ല. ആ അങ്ങനെയുണ്ട്. അവള് പോയാ നീ അവളെ കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഇത് അവള് വെച്ച് നമുക്ക് അറിയാം ആരോ ചെയ്ത് വെച്ചേക്കുന്ന നമുക്ക് വേണം അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാന്ന് നീ പറഞ്ഞു വരിക. നമ്മൾ ഒളിച്ചു നിൽക്കും. എന്നിട്ട് അവള് വരുമ്പോ ഞാൻ ഈ ഓടി വന്ന് ഇവിടെ നിൽക്കും. ഞാൻ അവിടുന്ന് പാട്ടങ്ങൾ ചെയ്യാം ഇവിടെ നിന്നുണ്ട്. അപ്പൊ പാട്ട് കേൾക്കുമ്പോൾ ഞെട്ടും. സംഭവം മലയാളത്തിൽ ഇട്ടോ എടാ ഈ പാട്ടൊക്കെ മലയാളത്തിൽ ഇതാ ഉള്ള സാധനം. ഇല്ല ഇത് ഞാൻ ചെല്ലും. എടാ ഇത് സൂക്ഷിച്ചോണേ, മുള്ളു സൂക്ഷിച്ചോണേ. അനു ഇപ്പൊ പറഞ്ഞ എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഞാൻ അവിടെ പോയി വിളിച്ചിട്ട് വരുന്നു. എവിടെ പോയി? അവിടുന്ന്. എന്നിട്ട് ഇതൊക്കെ വേറെ ആരോ ചെയ്തത്, നമ്മള് ഫോട്ടോ എടുക്കാന്ന് പറയുന്നു. ഞാൻ ഇവരുടെ ഹാങ് ഔട്ട് ചെയ്യാൻ സംഭവം ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി അനു റോസ്മറിന് ആദ്യം കൂടി ഇന്ന് ഔട്ടിങ്ങിന് പോയതാണ്. എടാ മിടുക്കാ നീ മിടുക്കനാട്ടോ. ഓക്കെ അനു ആദ്യം ഇവരും കൂടെ ഇന്ന് ഔട്ടിങ്ങിന് പോയതാണ്. ആഷിനെയും മിന്റും അനിലും അല്ല ആഷിനെയും മിന്റും സിന്ധിയും കൂടെ വേറെ ഔട്ടിങ്ങിന് പോവാണ്. അപ്പം എന്ത് പറ്റും? അപ്പൊ ഈ അനുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് കുറെ അപ്പൊ അവര് തിരിച്ചിങ്ങനെ വരുമ്പോ അനുവിനെ കൂട്ടാൻ വേണ്ടി വരുന്നത്, അവരുടെ കൂട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ വരുന്നതാണ് അനു ആഷിന ഇവിടെ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഞെട്ടിക്കാൻ പോണേ. ഞാൻ എന്താ ചെയ്യേണ്ടത് മാത്രം പറഞ്ഞു. അല്ല ഇപ്പൊ അനു എന്തിനാ ഇവിടെ? ഓക്കെ നീ നമ്മളോട് ഞാൻ ഇവരോട് ഹാങ് ഔട്ട് ചെയ്യാൻ വന്നേക്കാം. നമ്മളെല്ലാരും ഒരുമിച്ച് ഇവരെ കണ്ടപ്പോ തന്നെ ആൾക്ക് മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന്. എല്ലാരും ഐഡിയ ആണ് അവിടെ. അത് ചേച്ചിയുടെ അടുത്ത് വിളിക്കാം. ആള് ഇങ്ങനെ നടന്നു വരാം. അവിടുന്ന് അതിലേ പറഞ്ഞേ. അത് പറഞ്ഞോട്ടെ, നമുക്ക് ഇവിടെ നിക്കാം. അവിടെ സാധാരണ ക്യാഷ്വലായിട്ട് വരുന്ന വരട്ടെ. അപ്പൊ പറഞ്ഞാൽ ഇങ്ങനെ വരണം എന്ന് പറയാം. നമ്മളിവിടെ നിക്കാം. ആ പാട്ട് പ്ലേ ചെയ്യാം. അതല്ല അപ്പൊ നിങ്ങളെല്ലാം കൂടി പുറകെ വന്നാൽ മതി. എന്നിട്ട് ഞാൻ ഇതെന്ന് പറഞ്ഞാൽ 5 സാധനം ഉണ്ട്. 5 സാധനം ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അവസാനം ഞാൻ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുമ്പോ അവള് യെസ് പറയുമ്പോ പൊട്ടിക്കണം. എന്ത് പോയി? അപ്പൊ ഇവരാരും കാണിക്കണ്ട. ഇവരൊക്കെ മനസ്സിലായോ? എന്നാ നീ എന്നാ പറഞ്ഞേ? വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഞാൻ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അന്നത്തെ പോലെ ആവില്ലല്ലോ. പാട്ട് പ്ലെയുന്ന ആരായാലും ഫോൺ മ്യൂട്ട് വെക്കണേ. പാട്ട് പ്ലേ ചെയ്യുന്ന ഫോൺ എയർപ്ലെയിൻ മോഡ് ഇട്ടേക്കാം. ഇൻ കേസ് എന്തെങ്കിലും കോൾ വന്നാൽ തീർന്നു. ഓ യു ആർ ഓൺ ദ വേ. വിൻഡോ വെച്ചിട്ടുണ്ട് കേട്ടോ. അലേർട്ട് ഓക്കെ എവരിബഡി ഗെറ്റ് ഇൻടു പൊസിഷൻ. ആ പാട്ട് അപ്പൊ ഇനി ഈ പാട്ട് മാത്രമേ പ്ലേ ചെയ്യാവുള്ളൂ. ഓക്കെ ഞാൻ ലൂപ്പിലിട്ടിട്ട് ഫ്ലൈറ്റ് മോഡ് ഓഫ് ആക്കുന്നു, ഇത് ഓഫ് ആക്കുന്നു. എയർപ്ലെയിൻ മോഡിൽ ഇട്ടാൽ മതി. അപ്പൊ അയ്യോ അതോ കാണല്ല. പേടിക്കരുത്, ടെൻഷൻ അടിക്കരുത്. നോക്കട്ടെ ഇങ്ങനെ സെറ്റല്ലേ? ഞാൻ ഒന്നെങ്കിൽ ഓരോന്ന് ഡ്രോപ്പ് ചെയ്യും അല്ലേ? അപ്പൊ ബാക്കിൽ വെക്കാം. ഡ്രസ് റിഹേഴ്സൽ എത്തിയവര് എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് നീ അങ്ങ് വിളിച്ചോ.
നാട്ടിലുള്ള ആൾക്കാർ പേടിക്കണ്ട, ഇത് യൂട്യൂബിൽ ഇടുമ്പോൾ ഇതിന് സബ് ടൈറ്റിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. മലയാളത്തിൽ ഇത് എഴുതി തരുന്നതായിരിക്കും. ഇത് ഞെക്കിയാൽ മതിയോ അല്ല അവസാനം ഇദ്ദേഹം വേർത്ത് കുളിച്ച് ഇത് രണ്ടാമത്തെ ഷർട്ടാണ് ഇപ്പോഴത്തേക്കുന്നത്. ഷർട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 5 മിനിറ്റ് കൂടെ ലേറ്റ് ആയ വേറെ ഷർട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ അവരോട്. വന്നോണ്ടിരിക്കും. എല്ലാം ഫൈനൽ ഡെക്കറേഷൻസ്. അവിടെ ഇരിക്കണം, അവിടെ നിന്നൊക്കെ കാണാണ്ടിരിക്കാം. പക്ഷെ അപ്പൊ കുറച്ച് സമയം എടുക്കൂലേ? അവിടെ നടന്നു വരുന്ന സ്ഥലം സമയം ഉണ്ടല്ലോ അല്ലേ? പക്ഷെ നമ്മളിപ്പോ നടക്കുമ്പോൾ പാസ് ചെയ്യുമ്പോൾ അവിടെ കാണൂലേ? അതാ ഇതാകുമ്പോ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ എത്തുന്നോളം വരെ നമുക്ക് ഒളിച്ചിരിക്കാം. ഞാൻ അവിടെ പോയി നോക്കാം. ഞാൻ ബ്ലോക്ക് ചെയ്ത് വെക്കാം. നോക്കണം. എനിക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു വരാൻ. ഇതാണ് നമ്മുടെ അടുത്ത കുഴപ്പം. എങ്ങനെ ഇവിടുന്ന് ഹൈഡ് ചെയ്യാന്നുള്ളത് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇയാളെ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങളെല്ലാരും അതിന് പുറകെ നിൽക്കണം, ഫോട്ടോ കിട്ടുന്ന പോലെ. ഞാൻ അവിടെ വീഴുന്ന എനിക്ക് നമ്മുടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ പേജ് പറഞ്ഞോ? പേജിന്റെ അല്ല, DCK photography 101. അതിൽ കയറി ഇയാള് ഇന്റർനാഷണലും ചെയ്യുന്നതാണ്. നാട്ടിൽ കല്യാണം തന്നെ ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്താൽ മതി. എല്ലാവരും പോയി ഫോളോ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ആ ബാഗ് അവിടെ വെച്ചിരുന്നതാണോ? ആ ബാഗ് എന്തിനാ? ഓ മാറ്റി ഈ സ്പീക്കർ അല്ലല്ലോ യൂസ് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫറിന്റെ കഴിവ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ അപ്പം തന്നെ മനസ്സിലാവും. നീ അങ്ങോട്ട് മാറിയുന്നേ. നോ പറഞ്ഞാലോ? നിന്നെ ആയിരിക്കും ഞാൻ ഇത് പിടിച്ചടാ. അത് ഞാൻ പോയാൽ തീർന്നു കേട്ടോ. അതാണ് എൻ്റെ ആകെ. അല്ല ആ സാധനം ആ കാർഡ് നീ പറയാനേ കണക്കിടായോണ്ടാണ്. ഞാൻ മറ്റൊരു ഹാൻഡിൽ അങ്ങനെ ബ്ലോക്കറെ പന്നി എടാ തിരിയോടാ, ക്യാമറ തിരിയോടാ. എടാ ഇവിടെ ഒളിച്ചിരിക്കടാ. പറയത്തില്ല, കുഴപ്പമില്ല. എടാ ക്യാമറ ഇവിടെ തിരിയോടാ. ആണോ? ആ നീ വന്നു കഴിഞ്ഞ് ഞാൻ കയറി കഴിഞ്ഞ് നീ ഓണായാൽ മതി. ഓക്കെ. നമ്മളിവിടെ ഇപ്പോൾ ഒളിച്ചിരിക്കുവാണ്. ആരിപ്പോൾ വരുമെന്നറിയാം. ഇതുള്ള സാധനം എല്ലാം ആദ്യം കാണിച്ചു കൊടുത്തു, പിന്നെ തിരിച്ചറിയും. പിന്നെ പണ്ടേന്നല്ല ഒളിഞ്ഞോക്കി പറഞ്ഞു. അവിടെ സുഖായിട്ടിരിക്കും. വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താവുമോ എന്തോ. ഒരു വീഡിയോ റെക്കോർഡ് ആയില്ലെങ്കിൽ എനിക്കിട്ട് ചവിട്ട് കിട്ടും. അവിടെ പോയി വീഴും. പട്ടി ആ പട്ടി മൂത്രമൊക്കെയാണ് ഇടയിൽ. ചെല്ല് ചെല്ല് ചെല്ല്.
Oh, come on, girl. Who cares if we're trash? Got a pocket full of cash we can blow. Shots on patrol. And it's like I'm ready, 'cause it's a beautiful night. Hey, കാലിക്കുപ്പിയാണോ? കാലിക്കുപ്പിയാണോ? പറഞ്ഞിട്ട് പഠിക്കണോ? ഇപ്പൊ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഓൾറെഡി ഒരു പ്രപ്പോസൽ കഴിഞ്ഞു. ഇത് ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട. ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നുണ്ടോ? 1, 2. സോ ഇതിന്റെ ബാക്കിൽ നമ്മൾ നയാഗ്ര ഫോൾസ് ആണ് ഫോട്ടോഷോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലൈറ്റ് കുഴപ്പമാണ്. ശരിക്കും വലിക്കണ്ടായിരുന്നു. തെന്നല്ലേ ഇവിടെ എന്താ നടക്കുന്നത് എനിക്ക് പോലും അറിഞ്ഞൂടാ. One, two. അനുകുട്ടി എല്ലാരും ഈ ക്യാമറ നോക്കി ഹായ് പറഞ്ഞേ. അപ്രധാനിടയിലുള്ളതാ. ഇതൊരു പ്രപ്പോസൽ 5-6 ക്യാമറ ഉണ്ട് ചേച്ചി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെപ്പറ്റി? പാട്ടിന് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓരോന്ന് പറഞ്ഞു അനു നീ ആദ്യം പറ. പറ അനു. നല്ല അനിയത്തി, നല്ല ഫ്രണ്ട്. അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും എന്റെ പേരിലും അശ്വിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അഷ്നയുടെ റെസ്പോൺസ് ഇതുവരെ കിട്ടിയില്ല. ഡെക്കറേഷൻ ടീം അടിപൊളി അടിപൊളി അടിപൊളി. കരഞ്ഞില്ല. ഞാൻ പോട്ടെ.
ഇപ്പൊ എങ്ങനെ അടിച്ചു വരുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാരും പോയ ശേഷം നമ്മളെ അടിച്ചു വരുന്നത്. നമുക്ക് പറഞ്ഞിട്ടാലോ മൊത്തം പറഞ്ഞാൽ രണ്ടു എടുത്തിട്ട് ഇത് വേറെ ആരും ചെയ്യും. ഞാൻ ഇതിന്റെ ഓളെന്നോ അവിടുന്ന് പോകുന്ന ആക്കല്ലേ. സ്വന്തം സിസ്റ്ററിന്റെ പ്രപ്പോസൽ നടക്കുമ്പോൾ ഒരു സിസ്റ്റർ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. നിന്നെയൊക്കെ ചവിട്ടി കൂട്ടി സമയം കഴിഞ്ഞാലും എന്നാലും പറഞ്ഞോണ്ട് വിടുതല്ലേ. Congrats! ഇവിടെ പോയി അത് വായിച്ചോ നീ? ഞാൻ കുറെ നേരം കുടിച്ചിട്ടില്ല. വീഡിയോസിലുള്ള ആൾക്കാർ കേട്ട് കാണത്തില്ല. ബിസ്മിൻ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ സൈന് ഒരാൾ വായിച്ചു പോലും നോക്കിയില്ല. ഞാൻ തന്നെ ഇത് പ്രിന്റഡ്. ഇത് പ്രിന്റ് എന്നെ കൊണ്ടും അല്ല ഒന്ന് ഹെൽപ്പ് ചെയ്താ ഇത് വായിച്ചില്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ റിലീസ് ആകാൻ പോയി വായിക്കണേ. ഞാൻ കുറച്ചേരം കുടിച്ചോണ്ട് എന്നിട്ട് വായിക്കുന്നില്ല. എന്താ ചെയ്യണേ? ചെയ്യാൻ പറ്റില്ല. ഞാനിത് ആക്ച്വലി കണ്ടില്ല ഫസ്റ്റ്. അവളൊന്നും അതിന് വായിക്കില്ല. അല്ല ഞാനേ നിന്നോട് ഞാൻ ഈ മോതിരം എടുക്കണ്ടെന്ന് പറഞ്ഞ എന്താ മനസ്സിലായ? ഓർമ്മയുണ്ടാവും മോതിരം എടുക്കണ്ടത്. അങ്ങോട്ട് നീങ്ങി ഇതാണ് എൻഡ്. അവിടുന്ന് പുറകോട്ട് പോലെ അവിടെ തൊട്ട് പുറകോട്ട് പോകല്ലോ. ഓക്കെ, വാരി എടുക്കേണ്ടി വരും. വീഡിയോ കാണുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പ്രപ്പോസൽ ചെയ്യാൻ വേണ്ടി 30 സെക്കൻഡ് എടുത്തോളൂ. ഈ ഫോട്ടോഷൂട്ടാണ് 2 മണിക്കൂറായി. ഇതുവരെ ഒന്നും ആവുന്നില്ല. ഞങ്ങളൊക്കെ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എന്നാലും ഒരാൾ വേർത്ത് കുളിച്ച് നിൽക്കുമായിരുന്നു, ടെൻഷൻ അടിച്ച്. ഉണ്ടായിരിക്കല ഒരുമാതിരി ബൂഷ സൗണ്ട് എന്നോട് സംസാരിച്ചോണ്ടല്ല. Beautiful Adi, beautiful Kelly, beautiful Anu. ഞാൻ പറയണ്ടായിരിക്കില്ലേ? അതൊക്കെ കട്ട് ചെയ്തോളെ. Beautiful Mintu. അതും കാണിച്ചെടുക്കും. അതാരും ചെയ്തിട്ടുണ്ടാവും. ചുമ്മാ എന്തെങ്കിലൊക്കെ ചെയ്യാം. ആഷ്നിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു. അയ്യോ ഇത്ര ഉള്ളൂ, കൂടുതൽ പറയാം. എനിക്കിപ്പോ വാക്കുകളില്ല. നെക്സ്റ്റ് ഇങ്ങനെ നിൽക്കുന്നത് നോക്കിക്കോ. ഓക്കെ, അങ്ങനെ നിക്കണം നമ്മൾ. മാറ്റിയാലോ? ഈ ഫോട്ടോയ്ക്ക് ഈ രാജ്യത്തിൽ പറയുന്ന പേരാണ് ബ്ലൂമിംഗ് ഓർക്കിഡ്. എപ്പോൾ ഇൻവെന്റ് ചെയ്ത?
ഇത് കൊള്ളാലോ, ഇത് നല്ല പറന്നു പോയി, ക്ലീൻ ആക്കണ്ട. തമ്മിൽ അല്ല നിക്ക് അതല്ല നമുക്ക് മറ്റേ റെജിസ്റ്റർ ഉപയോഗിക്കാം. അത് നല്ലതാ. ബേബി ഷവർ ഉപയോഗിക്കാൻ അഷ്നയുടെ എൻട്രൻസ് ആണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം കാണുമ്പോൾ സർപ്രൈസ്. നിങ്ങൾ ഇവിടെ നടന്നിട്ട് അവിടെ കയറ്. അപ്പോൾ ഞാൻ അവിടെ പോയി ഫോട്ടോ എടുക്കും. എൻ്റെ സ്വഭാവം തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ആരും സന്തോഷിക്കുന്നില്ല, സന്തോഷിച്ചിരിക്കൂ. ഇങ്ങനെ ചിരിക്കരുത്. ഒരു മാസം അടുത്ത് നിങ്ങൾ ഫ്രണ്ട്സ് തന്നെയല്ലേ? ഓ ഇപ്പം ബിസ്മിനെ കണ്ടു. ഇങ്ങോട്ട് നോക്കാൻ ഇവിടെ നല്ല സിംഗുള്ള ഫ്രണ്ട്സ്. എന്റെ പൊന്നുമോനെ എന്റെ വെഡിങ് മറ്റേ എന്നിട്ട് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ നാളെ എന്നെ കൊണ്ട് ഒഴിവാക്കി പോയതാ. പറ്റൂല ഇനി അഭിനയിക്കാൻ. സോ ഇനി ഇതിന്റെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി, ഇതെങ്ങനെ കിട്ടി, എവിടെ നിന്ന് മേടിച്ചു, അഷ്നെ അറിയാതെ ഇതെങ്ങനെ ഒളിപ്പിച്ചു എന്നൊക്കെ അറിയാൻ പറ്റുന്നു. ഇത് ആഷ്ന തന്നെ സെലക്ട് ചെയ്ത റിംഗ് ആണ്. എന്നിട്ട് ഇത് എടുത്തിട്ട് ഞാൻ ഇവളോട് പറഞ്ഞു, ഇവളോട് കാണിച്ചിട്ട് ഇത് എങ്ങനെയുണ്ട് മിന്റു? പോരാ പുറത്തേക്ക് ഇറങ്ങും തീരെ അതുകൊണ്ട് ഞാൻ തിരിച്ചു വെച്ചു. അപ്പൊ എനിക്ക് വേണ്ട ഇവിടെ പോയി പകരം എടുത്ത റിംഗ് അവിടെ പോയി. അപ്പൊ ഇതെടുത്തു. ഇത് ഇഷ്ടപ്പെട്ടിട്ടാണോ എടുത്തത്? മറ്റേത് ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഭംഗിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവള് തിരിച്ചു വെച്ചു. എന്നിട്ട് ബിസ്മി പറഞ്ഞു ഇത് നല്ല രസമുണ്ട്, ഇത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇതെടുത്ത് ഇങ്ങൊരു പുറത്തേക്ക് കൂടി പോയി. ഞാനും അതിനും തിരിച്ചു പോയി ഇത് മേടിച്ചിട്ടു. അപ്പൊ ഇതിലേതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഈ ദുഷ്ടൻ തള്ളാണെന്ന് ഞങ്ങള് ഈ ദുഷ്ടൻ ഞങ്ങളെ വിളിച്ച് സ്വൈര്യം നേരണ്ടായില്ല. കഴിഞ്ഞൊരു വീക്ക് പോലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഇവന്റെ ശല്യക്കാരനെ കൊണ്ട് പറഞ്ഞോളൂ, ആഷോട് ഇത് പറഞ്ഞോളൂ, അങ്ങനെ പറഞ്ഞോളൂ. സർപ്രൈസ്. പാതിരാത്രി 12 മണിക്ക് എനിക്ക് സ്ക്രിപ്റ്റ്. ആഷ്ന എങ്ങോട്ടാണ് പോകുന്നത്? അനു ഞാൻ ഇന്ന് വരുന്നില്ല. ബ്ലാ 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 ബാക്കിയുള്ളത് സ്ക്രിപ്റ്റ്. ചേട്ടൻ പറ. അപ്പൊ ഈ ഇതെല്ലാം പ്ലാൻ പോലെ തന്നെ നടന്നില്ലേ? എല്ലാം പ്ലാൻ പോലെ നടന്നു. എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട്, താങ്ക്സ്. എന്താണ് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? പരിപാടിക്ക് അടിപൊളിയായി. ആശ ഞെട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പരിപാടി കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഫുഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. ഓയേ അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.